ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. ഹേരോദാവിന്റെ മരണത്തോളവും അവൻ അവിടെ പാർത്തു. തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയുടെ 5-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നസറേത്തിനെ കുറിച്ച് അന്നുള്ള അഭിപ്രായം എന്താണ് അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അവിടെ നഥനയേല് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, അവൻ നസ്രയനാണെന്ന് കേട്ടപ്പോൾ, നിഷ്കളങ്കനായ ആ നഥനയേല് ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പഴയ നിയമത്തിലെങ്ങും പ്രതിപാദിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. അവൻ ബേത്ലഹേംകാരനാണെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നഗരമാണെന്ന് പറയാം. അവൻ യെരൂശലേംകാരനാണ് എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ നഗരം അതാണ് എന്ന് പറയാം. അവൻ ബേഥേലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നാണ് എന്ന് പറയാം. അങ്ങനെ പലതും പറയാനുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ പേര് പോലും പറയാത്ത നസ്രയത്തിൽ നിന്നൊരുവൻ വരുന്നു. നിഷ്കളങ്കനായ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവരിൽ യാതൊരു കപടവുമില്ല എന്ന് യേശു തന്നെ പറഞ്ഞതായ ആ നഥനയേലാണ് പറയുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ദൈവം സ്വന്തം പുത്രന് താമസിക്കാൻ വേണ്ടി ഒരുക്കിയ സ്ഥലം നന്നായിരിക്കുന്നു. ആ പേര് കേട്ടാൽ ജനങ്ങൾ പരിഹസിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കോത്താഴം എന്ന് കേട്ടാൽ ജനം പരിഹസിക്കുമല്ലോ. ഓ, അവനൊരു കോത്താഴത്തുകാരനായി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനമായിട്ട് ആരും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു വാക്കാണ് ആ കാലത്ത് നസ്രായൻ എന്ന് പറഞ്ഞാൽ. കാശിന് കൊള്ളാത്തവൻ, ഒരു നന്മയും വരികരാത്ത സ്ഥലം, ആ സ്ഥലത്തു നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ ഓ, അവനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഒരു നന്മയും വരാൻ പോകുന്ന സ്ഥലമല്ല എന്ന് നിഷ്കളങ്കര് പോലും പറയുന്നതായ, നിഷ്കളങ്കമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നസ്രയത്ത് എന്ന് പറയുന്നത്. നസ്രയത്തിലെ ജീവിതം സന്തോഷകരമായിരുന്നു, ആയിരുന്നിരിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ 30 വർഷത്തെ കാലത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാവൂ. നസ്രയത്തിൽ യേശു വന്ന് താമസിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 12 വയസ്സായപ്പോൾ യേശു അമ്മയപ്പന്മാരോടൊപ്പം യെരൂശലേം ദേവാലയത്തിൽ പോയ സംഭവം നാം വായിക്കുന്നുണ്ട്. പിന്നീട് 30 വയസ്സ് വരെ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് മാത്രം ഊഹിക്കാം. യേശുവിന്റെ ഇളയവരായിട്ട് യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ എന്നീ സഹോദരന്മാരും ഒന്നിലധികം സഹോദരിമാരും ഉണ്ടായിരുന്നു. യേശു യെരൂശലേമിലേക്ക് 12 വയസ്സുള്ളപ്പോൾ പോയപ്പോൾ യോസെഫ് ജീവനോടെയുണ്ട്. എന്നാൽ യേശു പ്രവൃത്തി ആരംഭിച്ചപ്പോൾ യേശുവിന് 30 വയസ്സായിരുന്നു. അതിനിടയിൽ എപ്പോഴോ യോസെഫ് മരിച്ചിരിക്കാനാണ് സാധ്യത. ആ 30 വയസ്സ് വരെയുള്ള കാലത്ത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ദൈവദിനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് പറയുമ്പോൾ യേശു ഒരു തച്ചനായി, ഒരു ആശാരിയായി, സാധാരണ ഒരു ആശാരിയെ പോലെ വേല ചെയ്ത് ജീവിച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ. അതിന് തക്കതായ കാരണവുമുണ്ട്. യേശുവിന്റെ ഇളയ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ, അതുപോലെ യേശുവിന്റെ സഹോദരിമാർ, അവർക്കൊക്കെ വേണ്ടി അധ്വാനിക്കേണ്ടത് യേശുവിന്റെയും കൂടെ കടമയായിരുന്നു. അങ്ങനെ യേശു ആ കുടുംബം നോക്കേണ്ടത് ആവശ്യമായിരുന്നു. ഒരു സാധാരണക്കാരനായി ജീവിച്ച് 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ ജീവിച്ചവനാണ് യേശു. പിന്നീടുള്ള വെറും 3.5 വർഷക്കാലം മാത്രമാണ് യേശു ദൈവവേല ചെയ്തത് എന്ന് നാം അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ പറയുന്നത് ഒന്നും തന്നെ അല്ല യേശു നമുക്ക് മാതൃകയായി വെച്ചിട്ട് പോയിട്ടുള്ളത്. യേശുവിന്റെ ജീവിതം ഒരു വിധത്തിലും ഈ പ്രോസ്പെരിറ്റി തിയോളജിയുമായി യോജിച്ചു പോകുന്ന കാര്യമല്ല. സമൃദ്ധിയുടെ സുവിശേഷം ഏതായാലും യേശുവിന്റെ സുവിശേഷമാകാൻ കഴിയുന്നതുമല്ല. ജനിക്കാൻ പോലും ഇടമില്ലാത്തവൻ, ജനിച്ചിട്ട് കയറിക്കിടക്കാൻ ഇടയില്ലാത്തവൻ, ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാനായി മിസ്രൈമിലേക്ക് ഓടിപ്പോയവൻ, മടങ്ങി വന്ന് നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമാകുന്ന വിധത്തിലുള്ള ഒരു ഗ്രാമത്തിൽ പോയി താമസിച്ച് നസ്രായൻ എന്ന വിളിപ്പേര് വീണവൻ, 30 വയസ്സ് വരെയുള്ള കാലം സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ചവൻ, അതാണ് നമ്മുടെ നാഥനായ കർത്താവായ യേശു ക്രിസ്തു. സമൃദ്ധിയുടെ സുവിശേഷമല്ല യേശുവിന്റെ ജീവിതം. യേശുവിനെ പിൻപറ്റുന്നവർക്ക് ഈ സമൃദ്ധിയുടെ സുവിശേഷവുമായി ഒരു വിധത്തിലും യോജിച്ചു പോകുവാനും സാധ്യമല്ല. മാത്രമല്ല, യേശു താമസിച്ചിരുന്നതായ ആ നസ്രയത്തിനെ കുറിച്ച് നാം ചിലതൊക്കെ അറിഞ്ഞിരിക്കണം. നസ്രയത്ത് എന്ന് പറയുന്ന വലിയൊരു മലയുടെ സൈഡിലുള്ളതായ ഒരു ചെറു പട്ടണമാണ്. പുറമേയുള്ളവർക്ക് ആ പട്ടണത്തെ കുറിച്ച് ഏറെയൊന്നും അറിഞ്ഞുകൂടാ. കാരണം അത് മലയിടുക്കിലുള്ളതായ ഒരു സ്ഥലമാണ്. നമുക്ക് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചതല്ല. മറിയയും യോസേഫും യേശുവും കൂടി
ആ മലയുടെ മുകളിലേക്ക് കയറുന്നു എന്ന് നാം സങ്കല്പിക്കുക. ആ മലയുടെ മുകളിൽ കയറിയിരുന്നാൽ ബഹുദൂരം അവർക്ക് കാണുവാൻ കഴിയും. നസ്രയത്തിന് സമീപത്തുകൂടി ആ കാലത്തും ഈ കാലത്തും വലിയൊരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഹൈവേ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഹൈവേ അവിടെയുണ്ട്. ഈജിപ്തിൽ നിന്നും ദമാസ്കസിലേക്ക് പോകുന്ന വഴിയാണത്. ആ വഴിയെ കൂടെ പലരും സഞ്ചരിച്ചിട്ടുണ്ട്. മിസ്രൈമിൽ നിന്നും യേശു മടങ്ങി വന്ന് നസ്രയത്തിൽ താമസമാക്കിയത് ആ വഴിയിലൂടെയാണ്. ഏതാനും വർഷം മുൻപ് ആ വഴിയിലൂടെ ഇതാ 3 പേർ വരുന്നു. ഒന്ന് യോസേഫ്, ഒന്ന് മറിയ, പിന്നെ 2 കൊച്ചി കാൽപാദങ്ങൾ യേശുവിൻ്റെത്. ആ വഴിയിലെ പൊടിയിൽ പതിഞ്ഞ കാൽപാദങ്ങളാണിത്. യോസേഫിന്റെ കാൽപാദങ്ങൾ അവിടെ പതിഞ്ഞു, മറിയത്തിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞു, പിന്നെ 2 കൊച്ചി കാൽപാദങ്ങൾ യേശുവിന്റെ കാൽപാദങ്ങൾ. അവിടെ നിന്നുകൊണ്ട് മറിയയോ യോസേഫോ അല്ലെങ്കിൽ യേശുവോ ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ, എന്തിനാണ് ഞാൻ ഈ കഷ്ടതയിലൂടെ എല്ലാം കടന്നു പോകുന്നത്? മറിയത്തിന് വേണമെങ്കിൽ ചോദിക്കാം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ യേശു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുൻപുള്ളതായ ആ പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ജനിച്ചവനല്ലേ യേശു? മുഴു ലോകത്തെയും രക്ഷിക്കുവാനായി ഒരുവൻ ജനിക്കുമെന്ന് ദൂതൻ അറിയിച്ചതനുസരിച്ചല്ലേ യേശുവിന് ജനനമുണ്ടായത്? ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലേ അവർ ബേത്ലഹേമിലേക്ക് പോയത്? യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃച്ഛികമല്ല. അവൻ കന്യകയുടെ പുത്രനായി ജനിച്ചത് യാദൃച്ഛികമല്ല. ബേത്ലഹേമിൽ ചെന്ന് ജനിക്കുവാൻ ഇടയായത് യാദൃച്ഛികമല്ല. മിസ്രയീമിലേക്ക് ഓടിപ്പോയത് യാദൃച്ഛികമല്ല. നസ്രയത്തിലേക്ക് മടങ്ങി വന്ന് താമസിച്ചതും യാദൃച്ഛികമല്ല. ഇതൊക്കെയും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ വേണ്ടി സംഭവിച്ചതാണ്. സർവശക്തനായ ദൈവം എന്തിനാണ് ഇത്ര കൊടിയ പരീക്ഷകളിലൂടെ ഇവരെയൊക്കെ കടത്തിവിട്ടത് എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. ഈ പരീക്ഷകൾ എന്തിനു വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഇതൊക്കെയും തികച്ചും ഒഴിവാക്കാമായിരുന്ന കാര്യങ്ങളല്ലേ എന്ന് മറിയത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, യേശുവിന് ചിന്തിക്കാം, യോസേഫിന് ചിന്തിക്കാം. ഒരുപക്ഷെ മറിയം ചിന്തിക്കുന്നു, ഞാനും യോസേഫും ചേർന്ന് ഈ കൊച്ചേശുവിനെ ആ വഴിയിലൂടെ നടത്തിക്കൊണ്ട് ഈ നസ്രയത്തിലേക്ക് വന്നു. ഇവിടെ വന്നിതാ ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു. ഈ തച്ചന്റെ മകൻ എങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിക്കുക? ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നവനായ യേശു എങ്ങനെയാണ് മുഴു ലോകത്തിനും രക്ഷകനായി തീരുക? ഒരുപക്ഷെ ഇതെല്ലാം വെറും പേക്കിനാവായിരുന്നു. പ്രവചനങ്ങൾ തെറ്റിപ്പോയോ? തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയുടെ 5ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.